കേരളത്തിലെ ഭൂരിപക്ഷം സ്ത്രീകളുടെ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമെന്നും വിഷയം തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിനെ ബാധിക്കില്ലെന്നും ലീഗ് ദേശീയ ട്രഷറർ പി.വി. അബ്ദുൽ വഹാബ് എം.പി. നടിയെ ആക്രമിച്ച കേസിൽ താൻ ആർക്കൊപ്പവുമില്ലെന്നും പി.വി. അബ്ദുൽ വഹാബ് എം.പി. പറഞ്ഞു. അദ്ദേഹത്തെ ജോലിയല്ലേ അദ്ദേഹം ഭരണ കക്ഷി നേതാവും മുഖ്യമന്ത്രിയാണ്. ഇനിയും ഭരണത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഒരു അബദ്ധം കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതി യുഡിഎഫിന് ഗുണമാവുന്നതാണ് പ്രതീക്ഷ. ഞാൻ വിചാരിക്കുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് തങ്ങൾ പറഞ്ഞതൊക്കെ. ഇലക്ഷൻ വരുമ്പോൾ പ്രത്യേകിച്ച് ശക്തമായി ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ SIT വളരെ മുന്നോട്ട് പോവുക. ഈ സമയത്ത് വെച്ചിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പം നമ്മൾ സംശയിച്ചു പോകും ആരാണ്. ഈ ഇലക്ഷൻ അടുത്തിട്ടാണത്. അതായത് അതിൽ ഗൂഢാലോചന ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ ഗൂഢാലോചന പറയില്ല. അങ്ങനത്തെ ഗവൺമെന്റ് ഏതായാലും ഈ കാര്യത്തിൽ സർക്കാർ UDF-നെതിരായിട്ട് ഏതൊക്കെ നിരക്ക് എതിർക്കാൻ സാധിക്കുന്നു. കാരണം അവർ ജീവൻ മരണ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് ഗവൺമെന്റ് അവർ ജോലി ചെയ്യുന്നു. അത് ശരിയാണ് തെറ്റാണെന്ന് പറയുമ്പോൾ ശരിയല്ല എന്നാണ് എൻ്റെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നീക്കം സർക്കാരിന്റെ തിരിച്ചടി മറച്ചുവെക്കാനാണെന്നും പി.വി. അബ്ദുൽ വഹാബ് എം.പി. പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT കർശന നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചത്. സർക്കാരിനെതിരെയുള്ള പ്രശ്നങ്ങൾ മറച്ചുവെക്കാനാണ് രാഹുൽ വിഷയത്തിലൂടെ സർക്കാർ ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പരാതികളുള്ളവർക്ക് മുന്നേ പറയാമായിരുന്നു. വ്യക്തിഹത്യ സ്ത്രീ സമൂഹവും അംഗീകരിക്കില്ല. രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കിയത് പാർട്ടി നയമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതൊക്കെ വലിയ കാര്യമാവുന്ന എനിക്കൊന്നുമില്ല. അധിക പെണ്ണുങ്ങളും രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലമായിട്ടാണ് പറയുന്നത്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ ജീവിതത്തിലൊരു ധാർമ്മികമായ എല്ലാ ശരിയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇപ്പം നടക്കുന്ന ഇലക്ഷനോട് ബന്ധിപ്പിച്ച് നടക്കുന്നത് ഈ വ്യക്തിഹത്യയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള അത് അവരുടെ പാർട്ടിക്കാരിയാണ്. അവരാരെ പുറത്താക്കണം, ആരെ എടുക്കണം, സസ്പെൻഡ് ചെയ്യണം എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. ഞങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞു. എനിക്ക് തീരെ അഭിപ്രായം. ആ വിഷയം തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിനെ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായിട്ട് ബാധിക്കും? ഒരു നിലക്കും ബാധിക്കൂല. എനിക്ക് തോന്നുന്നത് ഇതേപോലുള്ള സർക്കാർ തലത്തിലുള്ള ഈ ആക്രമണങ്ങൾ നേരെ തിരിച്ചുണ്ടാകുക. ഞാൻ രാഹുൽ മാങ്കൂട്ടം ന്യായീകരിച്ചിട്ടില്ല, അയാളെ എതിർത്തിട്ടില്ല. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ ഉണ്ടാകുമ്പോഴല്ലേ അതൊരു അങ്ങനെ ആകാശമുള്ള ചോദ്യം. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.